ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡ്രീംസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിൻസിബിനു ഡ്രീം ഗാർഡനിൽ നിന്നും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇന്ന് നമുക്ക് കുറച്ച് മാത്രം ബേബി പ്ലാന്റ്സുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹൈബ്രിഡ് ബൊഗീൻവില്ല പ്ലാന്റ്സുകളുടെ ബേബി പ്ലാന്റ്സുകൾ നമുക്ക് കുറച്ച് മാത്രം എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേബി പ്ലാന്റ്സിൻ്റെ ഒരു കുഞ്ഞു സെയിൽ വീഡിയോ, വളരെ ചെറിയൊരു സെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഫ്ലവർ ഇട്ട പ്ലാന്റ്സുകളുടെ നല്ല അടിപൊളി ഒരു കോംബോ വീഡിയോ നമ്മുടെ ചാനൽ നാളെ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ പ്ലാന്റുകളൊക്കെ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കോള് ചെയ്തതിന് ശേഷം മാത്രം പ്ലാന്റുകൾ ഡയറക്റ്റ് കളക്ട് ചെയ്യാനായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിരുന്നു കുഞ്ഞു പ്ലാന്റ്സുകളുടെ ബേബി പ്ലാന്റ്സുകളുടെ വീഡിയോ ആണ്. ഇനി ബേബി പ്ലാന്റ്സുകൾ എങ്ങനെ നട്ട് വളർത്തിയെടുക്കാമെന്നുള്ള ഒരു ഇതും കൂടി നമ്മൾ കാണിക്കുന്നത്. പലർക്കും ഇത് എങ്ങനെയാണ് നടേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു സെയിൽ വീഡിയോ കൂടി അതിൻ്റെ ഒരു വീഡിയോ കൂടി നമ്മളിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് മാത്രം ബേബി പ്ലാന്റ്സുകളാണുള്ളത്, അതും കുറച്ച് മാത്രം വെറൈറ്റീസിൻ്റെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓരോ പ്ലാന്റ്സുകളുടെ ID പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ വന്ന് നിങ്ങൾക്ക് അതിൻ്റെ ലിസ്റ്റ് ഇട്ട് തരാവുന്നതാണ് കേട്ടോ. പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് കൂടി സെൻഡ് ചെയ്തിട്ടേക്കാം. അതുപോലെ തന്നെ പ്ലാന്റ്സ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പ്ലാന്റ്സ് തീരുമ്പോൾ, അതായത് റൗണ്ട് ഓർഡറൊക്കെ ആയി കഴിയുമ്പോൾ ഞാനതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. പ്ലാന്റ്സ് ഏതൊക്കെ വെറൈറ്റീസാണ് തീർന്നതെന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ബോക്സും കൂടി നോക്കുക. കമൻറ്റ് ബോക്സിൻ്റെ പിൻ ചെയ്തേക്കണം ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് ഇല്ലാത്ത കാരണം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിരുന്നു. അപ്പോൾ അത് നമുക്ക് അത്രയും പ്ലാന്റ്സ് നമുക്ക് കൊടുക്കാനായിട്ട് തികഞ്ഞിരുന്നില്ല. വാട്സപ്പിലെ മെസ്സേജാണ് നോക്കി പോലും തീരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാന്റ് തീരുമ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ഡ്രീം ഗാർഡൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പ്ലാന്റുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ കുഞ്ഞു പ്ലാന്റ്സുകൾ വാങ്ങിച്ചിട്ട് വളർത്തിയെടുക്കാമെന്നുള്ളവർ മാത്രം വാങ്ങിക്കുക കേട്ടോ. ഇത് എല്ലാവർക്കും ഒന്ന് പിടിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വല്ല, ഇതൊരു പ്രത്യേക കഴിവാണ് കേട്ടോ. ഇങ്ങനത്തെ ചെറിയ പ്ലാന്റുകളൊക്കെ വളർത്തി, അതുപോലെ അഗ്ലോണിമയുടെ സീഡ്ലിങ് അതൊക്കെ വളർത്തി എടുക്കുക എന്നുള്ളൊരു പ്രത്യേക കഴിവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇത് പിടിച്ച് കിട്ടിയെന്ന് വരില്ല. പിന്നെ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് വീട്ടിലെത്തുന്ന വരെയുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമേ, അതായത് നിങ്ങളുടെ കൈകളിലേക്ക് സേഫായിട്ട് എത്തിക്കുക. നമ്മൾ ഓരോ പ്ലാന്റിൻ്റെയും സൈസ് കൃത്യമായിട്ട് നമ്മൾ കാണിക്കും വീഡിയോയിൽ. അപ്പോൾ ആ സൈസ് കണ്ടതിന് ശേഷം മാത്രം എടുക്കുക. പ്ലാന്റ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ചെറുതായിപ്പോയി, കുറച്ചും കൂടി സൈസ് പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയാൻ നിൽക്കണ്ട. കറക്റ്റായിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലേസ് ഓർഡർ ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ്സുകൾ നിങ്ങളുടെ കൈകളിൽ കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു ഫോട്ടോ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് എങ്ങനെ പ്ലാന്റ് കിട്ടിയെന്നുള്ളൊരു ഫോട്ടോ ഷെയർ ചെയ്ത് തരാവുന്നതാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പ്ലാന്റ് പിടിച്ചില്ല കേട്ടോ, അത് വന്നപ്പോൾ അത് അങ്ങനെ വാടിയാണ് പോയായിരുന്നേ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഫോട്ടോ ഷെയർ ചെയ്യേണ്ടതില്ല. വീട്ടിൽ നിങ്ങൾക്ക് കയ്യിലെത്തുമ്പോൾ നിങ്ങൾക്കൊരു ഫോട്ടോ ഷെയർ ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകൾ വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ നട്ടുപിടിപ്പിക്കണം എന്നുള്ള ഒരു, ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിനകത്ത് കാണിക്കാം. ഇനി പിടിപ്പിച്ചെടുക്കാൻ അറിയില്ലാത്തവർക്ക് എങ്ങനെ ഇത് പിടിപ്പിച്ചെടുക്കാം എന്നുള്ള വീഡിയോ കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന പോലെ വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണ് വന്നിട്ടുള്ളൂ, വളരെ കുറച്ച് വെറൈറ്റിയുമാണ് ഉള്ളൂ കേട്ടോ. ഇനി കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റുകളുമായിട്ട് നമുക്കൊന്ന് കാണാം. അതുപോലെ തന്നെ ഇങ്ങനത്തെ പ്ലാന്റൊക്കെ വാങ്ങിച്ച്, അതായത് എനിക്ക് തോന്നുന്നു ഒരു ഒക്ടോബറൊക്കെ മുതൽ ഇതുപോലത്തെ ചെറിയ പ്ലാന്റ്സുകൾ കൊണ്ടുവന്നായിരുന്നതാണ്. അന്നൊക്കെ ഒത്തിരി പേര് വാങ്ങിച്ചു. നമ്മളൊക്കെ അന്ന് 9 വെറൈറ്റിയുടെ കോംബോയൊക്കെ ചേർന്നു. അങ്ങനത്തെ വാങ്ങിച്ചവർക്കൊക്കെ കയ്യിലൊക്കെ ഇപ്പോൾ ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഡിസംബർ മാസത്തിൽ വാങ്ങിച്ചവർ പോലും അവരുടെ കയ്യിൽ ഇത്രയും ഉള്ള പ്ലാന്റുകൾ വാങ്ങിച്ചിട്ട് ഫ്ലവർ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് കേട്ട് പലരും എനിക്ക് ഫോട്ടോസുകൾ ഷെയർ ഇട്ട് തന്നിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഇതുപോലത്തെ പൊടി പ്ലാന്റ്, ഇതിന് നമ്മൾ പൊടി പ്ലാന്റുകൾ എന്നാട്ടോ പറയുന്നത്, ഇങ്ങനത്തെ പൊടി പ്ലാന്റുകൾ വാങ്ങിച്ച് ഫ്ലവർ ഇട്ടവർക്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. പ്ലാന്റ് സൈസാണ് ഈ കാണിക്കുന്നത്. റൂബി റെഡാണ് കേട്ടോ. അപ്പോൾ റൂബി റെഡിന് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് സൈസാണ് ഈ കാണിക്കുന്നത്. ചെറിയ കവറുകളാണ്. ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ.
ഇതിന് റൂട്ടൊക്കെ പിടിച്ച് വരുന്നതേ ഉണ്ടാവുള്ളൂ. ഒരു കാരണവശാലും റൂട്ടിൻ്റെ ഭാഗം അനക്കാൻ പാടില്ല, ആ റൂട്ടിൻ്റെ പോർഷൻ അനക്കാൻ പാടില്ല. ഇത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ചെറിയ പ്ലാന്റുകളായിരിക്കും കേട്ടോ. അപ്പോൾ റൂബി റെഡിൻ്റെ പ്ലാന്റ് സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റൂബി റെഡിൻ്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 50 എണ്ണമാണ്. 50 പ്ലാന്റ്സ് ആണ് റൂബി റെഡ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് റൂബി റെഡിൻ്റെ ഫ്ലവർ എന്ന് നമുക്കൊന്ന് കാണുന്നത്. ഇതാണ് റൂബി റെഡിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയാണ് റൂബി റെഡിൻ്റെ ഫ്ലവർ വരുന്നത്. ഒരു ബീട്രൂട്ടിൻ്റെയൊക്കെ ഒരു കളറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു റൂബി റെഡിൻ്റെ പ്ലാന്റിന്, ഈ ഒരു സീഡ്ലിംഗ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 170 170 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ചില്ലി യെല്ലോ ആണ് കേട്ടോ. ചില്ലി യെല്ലോയുടെ ചെറിയ കവർ സൈസ് പ്ലാന്റ് സൈസാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് ഇതുപോലത്തെ ചെറിയ കമ്പായിരിക്കും. കമ്പിൽ നിന്ന് ചെറിയ മുളകൾ ഇതുപോലെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ലീഫുകൾ വന്നിട്ട് ഇതേ കണ്ടോ, ചിലതിലൊക്കെ കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചുകൊണ്ട് ഇതിന് നല്ല റൂട്ട് ഉണ്ടായെന്നൊന്നും പറഞ്ഞില്ല. റൂട്ടിൻ്റെ ഭാഗം ഒരു കാരണവശാലും അനക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ചില്ലി യെല്ലോയുടെ പ്ലാന്റ് നമുക്ക് ഇതിൻ്റെ നല്ലൊരു പ്ലാന്റിൻ്റെ പിക്കും ഫ്ലവറിൻ്റെ പിക്ക് കാണിച്ചു തരാം കേട്ടോ. ചില്ലി യെല്ലോയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഫ്ലവർ വരുന്നത് കേട്ടോ. ഇതുപോലെ നേരത്തെ ഒരു ദിവസം നമുക്ക് വന്ന് കൊടുത്തതിൻ്റെ ബാലൻസ് ഒരു പ്ലാന്റ് ഇതുപോലത്തെ കുഞ്ഞു പ്ലാന്റ് നട്ട് ഫ്ലവർ അയക്കണതാണ് കേട്ടോ. അപ്പോൾ ചില്ലി യെല്ലോയുടെ ഫ്ലവർ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു പ്ലാന്റ്, ഇതുപോലത്തെ ഈ പൊടി പ്ലാന്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പൊടി പ്ലാന്റിന് റേറ്റ് വരുന്നത് 170 170 രൂപയാണ് വരുന്നത്. 30 പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയറോപ്പൽ ഓറഞ്ചാണ്. പ്ലാന്റ് ഒരു 9 പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. കുഞ്ഞു പ്ലാന്റ് ആണ്. ഇത്രയേ ഉള്ളൂ പ്ലാന്റ് സൈസ് വരുന്നത്. ഫയറോപ്പൽ ഓറഞ്ചിൻ്റെ പിക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഫയറോപ്പൽ ഓറഞ്ചിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് വലിയ പ്ലാന്റും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതിൻ്റെ വീഡിയോ നമ്മൾ നാളെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫയറോപ്പൽ ഓറഞ്ചിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നതും 170 170 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് 9 പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി ഫയറോപ്പൽ ഓറഞ്ചിൻ്റെ വലിയ സൈസ് കവർ ഇതുപോലെ നമ്മളത് ഇതുപോലത്തെ വലിയ കവറില്ല, ഇതുപോലത്തെ വലിയ കവറും കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലെ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസുള്ള ഫയറോപ്പൽ ഓറഞ്ചും കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 280 280 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീര വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് വീര വൈറ്റ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ. ചെറിയ പ്ലാന്റുകളാണിത്. ചെറിയ പ്ലാന്റുകളിലൊക്കെ ഫ്ലവർ ഉണ്ടായിരിക്കുന്നുണ്ടോ. കുഞ്ഞിതാണെങ്കിൽ പോലും ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചിലതിലല്ല, എല്ലാത്തിലുമില്ല, ചിലതിലൊക്കെ. അപ്പോൾ ഇത് കുറച്ച് പ്ലാന്റേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 20 പ്ലാന്റൊക്കെ അവൈലബിൾ ആണ്. വീര വൈറ്റ് ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്, റെഫറൻസ് പിക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീര വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 170 170 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തൊരു വരുന്നുണ്ട് ഗോൾഡൻ സൺഷൈൻ ആണ് കേട്ടോ. ഗോൾഡൻ സൺഷൈൻ്റെ എനിക്ക് തോന്നുന്നു 9 പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ. ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് വരുന്നത്. ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 230 230 രൂപയാണ് കേട്ടോ. അതായത് ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ് അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഒന്നും അധികം കിട്ടാനുമില്ല. 9 പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. റേറ്റ് വരുന്നത് 230 230 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഞാൻ പ്രത്യേകം ഒരു കാര്യം പറയാം കേട്ടോ. അത് പ്ലാന്റ് ഓർഡർ ചെയ്യുമ്പോൾ മിനിമം ഏതെങ്കിലും 2 പ്ലാന്റെങ്കിലും ഓർഡർ ചെയ്യണം കേട്ടോ. ഈ ഒരു കുഞ്ഞു പ്ലാന്റിന് വേണ്ടിയിട്ട് നമുക്കൊരു ബോക്സ് എടുക്കാനായിട്ട് പറ്റില്ല. ഒരു ബോക്സിന് തന്നെ 20 റുപ്പീസ് ചാർജ് വരുന്നുണ്ട്. അതുകൊണ്ട് ഓർഡർ ചെയ്യുമ്പോൾ, ചെറിയ പ്ലാന്റുകൾ ഓർഡർ ചെയ്യുമ്പോൾ മിനിമം 2 പ്ലാന്റെങ്കിലും ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്തൊരു വെറൈറ്റി ആണ് സിൽവർ ക്യൂൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫ് വരുന്നത് സിൽവർ കളറാണ് ലീഫ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് 170 170 രൂപയാണ് റേറ്റ് വരുന്നത്. കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ. 20 പ്ലാന്റ് മാത്രമാണ് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ജുവലിൻ്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ. കുഞ്ഞു പ്ലാന്റുകളാണ്, ഒരുപാട് സൈസുള്ള പ്ലാന്റ് അല്ല. ഈ ഒരു സൈസുള്ള ജുവലിൻ്റെ പ്ലാന്റ്. ജുവലിൻ്റെ പീച്ചാണോ പിങ്കാണോ എന്ന് ഡൗട്ടാണ്. കാരണം മിക്സ് ചെയ്താണ് ഈ തവണയും വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പ്ലാന്റേ ഉള്ളൂ, ഒരു 15 പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ജുവലിൻ്റെ വെറൈറ്റിയാണ്. ഒന്നില്ലെങ്കിൽ പീച്ച് ആവാം, അല്ലെങ്കിൽ പിങ്ക് ആവാം. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 170 170 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ലാവണ്ടർ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇത് നമുക്ക് നേരത്തെ വന്ന പ്ലാന്റ് ആണ് കേട്ടോ. നമ്മളിവിടെ പോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ലാവണ്ടർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസുള്ള ലാവണ്ടർ ആണ് കേട്ടോ. ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡ് കാണിക്കുന്നുണ്ട്. ഒരു 10 പ്ലാന്റോളം അവൈലബിൾ ആണ്. ഒരുപാട് പ്ലാന്റ് ഇല്ല, 10 പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന് റേറ്റ് വരുന്നത് 150 150 രൂപയാണ് റേറ്റ് വരുന്നത്.
അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ പിങ്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഫ്ലവറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ പ്ലാന്റ് ആണ്. ബട്ടർഫ്ലൈയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ബട്ടർഫ്ലൈയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വന്ന് 280 280 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള ബട്ടർഫ്ലൈ പിങ്ക് ആണ് റേറ്റ് വരുന്നത് 280. അതുപോലെ തന്നെ ഈ ഒരു സൈസിലുള്ള ബട്ടർഫ്ലൈ സ്പ്ലാഷിൻ്റെ ഈ ഒരു സൈസിലുള്ള വലിയ കവറാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ഒരു സൈസുള്ള ബട്ടർഫ്ലൈ സ്പ്ലാഷിനും റേറ്റ് വരുന്നത് 280 280 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതൊരു 15 പ്ലാന്റ് വീതം നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ബട്ടർഫ്ലൈ പിങ്കും ബട്ടർഫ്ലൈ സ്പ്ലാഷിൻ്റെയും 15 പ്ലാന്റ് വീതം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചില്ലി റെഡാണ് കേട്ടോ. ചില്ലി റെഡിന് ഒരുപാട് പ്ലാന്റ്സ് ഒന്നുമില്ല. ഇതൊരു ക്ലിയറൻസ് സെയിൽ കിടക്കുന്ന പ്ലാന്റ് ആണ് ചില്ലി റെഡ്. കുറച്ച് പ്ലാന്റ് ഒരു 10 പ്ലാന്റൊക്കെ ചില്ലി റെഡിൻ്റെ പ്ലാന്റ് അവൈലബിൾ ആണ്. ക്ലിയറൻസ് സെയിലാണ് കേട്ടോ. ചില്ലി റെഡ് വരുന്നത് 150 ആണ് റേറ്റ് വരുന്നത്. 150 രൂപയാണ് ഈ ക്ലിയറൻസ് സെയിൽ കിടക്കുന്ന ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറിഡ പിങ്ക് ആണ് കേട്ടോ. ഫ്ലോറിഡ പിങ്കിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്ലോറിഡ പിങ്കിൻ്റെ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട്. നമുക്കൊരു 15 പ്ലാന്റോളമാണ് ഫ്ലോറിഡ പിങ്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നതും 170 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഫോർമോസ വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ്. വലിയ കവർ സൈസാണ് കേട്ടോ. ഇങ്ങനെയാണ് ഫ്ലവറിൻ്റെ പിക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസുള്ള ഫോർമോസ വൈറ്റിന് റേറ്റ് വരുന്നത് 280 280 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് കയാട്ടയുടെ പ്ലാന്റ് ആണ് കേട്ടോ. കയാട്ട ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് കേട്ടോ. ഫ്ലവർ പൊഴിഞ്ഞു പോയേക്കാണ് കാണാൻ സാധിക്കും. ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ്. അപ്പോൾ കയാട്ടയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. ഇന്ന് കയാട്ടയ്ക്ക് റേറ്റ് വരുന്നതും 280 280 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ്. പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ. ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ്. പക്ഷേ ഫ്ലവർ ഇപ്പോൾ എല്ലാത്തിനും പൊഴിഞ്ഞു പോയേക്കാണ്. ഈ ഒരു പ്ലാന്റ് നമുക്കിത് ഒരു 20 പ്ലാന്റോളം ഇപ്പോൾ നമുക്കൊരു 20 പ്ലാന്റോളം സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ. കയാട്ടയുടെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. റഫറൻസ് പിക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ബേബി പ്ലാന്റ്സുകളാണ് കേട്ടോ നമുക്ക് ഇന്ന് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഈ ബോഗൻവില്ല പ്ലാന്റ്സുകളൊക്കെ പെട്ടെന്ന് ഫ്ലവർ ഇടുന്നതിനും അതുപോലെ തന്നെ വേഗം ഗ്രോത്ത് ആകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. DAP എന്ന് പറയും. ഇങ്ങനെയാണ് DAP ഇരിക്കുന്നത് കേട്ടോ. ഇതെങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കവറിൽ വരുന്ന പ്ലാന്റുകളുണ്ടല്ലോ, ഈ കവറിൽ വരുന്ന പ്ലാന്റൊക്കെ നമ്മൾ ഇപ്പോൾ കവറിൽ നിന്ന് നീക്കുന്നില്ല, കുറച്ച് ദിവസം കവറിൽ ഇരുന്നോട്ടെ എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലെ ഒരു 3-4 തരി DAP ഇതുപോലെ നമുക്ക് കവറിൽ വിതറിയിട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ ചുവട് ചേർത്ത് ഒരു കാരണവശാലും ഇടാൻ പാടില്ല കേട്ടോ. ഒരു കാരണവശാലും ചുവട് ചേർത്ത് ഇടാൻ പാടില്ല. നമ്മൾ കുറച്ച് അകത്തിയായിട്ട് ഇതുപോലെ കുറച്ച് അകത്തിയായിട്ട് ഇങ്ങനെ ഒരു 3-4 തരി നമുക്ക് ഇതുപോലെ ഈ ചെടികളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ നനയ്ക്കാനനുസരിച്ചാണ് ഇത് നമ്മുടെ മണ്ണിലേക്ക് അലിഞ്ഞ് ചേരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രോത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് ഫ്ലവർ ഇടുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു വളമാണ് നഴ്സറിക്കാർ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള വളം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ചുവട്ടിൽ ചേർത്ത് നമ്മൾ കുറച്ച് അകത്തിയായിട്ട് ഇങ്ങനെ നമുക്ക് വിതറിയിടാം കേട്ടോ. ഒരു 5-6 തരിയൊക്കെ നമുക്കൊരു പോട്ടിലേക്ക് വിതറിയിടാം. അപ്പോൾ എങ്ങനെയാണ് വിതറിയിടുന്നതെന്ന് കണ്ടല്ലോ. ഇനി പലർക്കും അറിയില്ല ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ശ്രദ്ധിച്ച് കാണാം കേട്ടോ. ഇതുപോലെ നമുക്ക് ഒരു 5-6 തരി ഇത്ര മാത്രം മതി കേട്ടോ. ഒരു ചെറിയ കവറിലൊക്കെ നമുക്ക് ഇത്ര മാത്രം, ഒരു കാരണവശാലും ചെറിയ കവറിൽ നമുക്ക് ഇത്ര മാത്രം മതി. ഒരു കാരണവശാലും നമ്മൾ ചുവട് ചേർത്ത് ഇടാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഇതുപോലത്തെ വളമൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് അകത്തിയാണ് ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് നനയ്ക്കാനനുസരിച്ചാണ് ഇത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വളം നിങ്ങൾക്ക് നഴ്സറിയിൽ നിന്നും കിട്ടുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നഴ്സറി മിക്കവാറും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. DAP എന്ന് പറഞ്ഞാൽ മതി. നമുക്കിവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. നമുക്ക് ഇന്നലെ ഇങ്ങോട്ട് സ്റ്റോക്ക് ഫിനിഷായി. ഒത്തിരി വന്നിരുന്നു നമുക്ക്. പക്ഷേ ഒത്തിരി പേര് എനിക്കൊരു 2 കിലോയും 1 കിലോയൊക്കെ വെച്ചിട്ട് ഒരുപാട് പേര് വാങ്ങിച്ച സാധനം തീർന്നേക്കുവാണ്. നമുക്കിനി നെക്സ്റ്റ് വീക്കിലേക്ക് റീസ്റ്റോക്ക് ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ കൊറിയർ ചാർജ് ആവും. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് കൊടുക്കേണ്ടതായിട്ടില്ല കേട്ടോ. ഇനിയിപ്പം പോയി വാങ്ങിക്കാനുള്ള സൗകര്യമില്ലാത്തവർ നെക്സ്റ്റ് വീക്കിൽ നമുക്കിതിൻ്റെ റീസ്റ്റോക്ക് ആവുന്നതാണ്. അന്നേരം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ.
അപ്പോൾ DAP ഇടുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നു. ഇനി നമുക്ക് ഈ പൊടി പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ കൊറിയറായിട്ട് നമ്മുടെ കയ്യിൽ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നമുക്കൂടി നോക്കാം. അതായത് നമുക്ക് കുറച്ച് ദിവസം വേണമെങ്കിൽ ഈ കവറിൽ തന്നെ കീപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴും ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രം റീപ്പോർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ കാണിക്കാൻ, അതായത് നിങ്ങളുടെ കയ്യിൽ വരുന്ന പ്ലാന്റ്സ് നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യേണ്ടതെന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ബേബി പ്ലാന്റുകൾ എങ്ങനെ നട്ട് വളർത്തിയെടുക്കാമെന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. എപ്പോൾ ബേബി പ്ലാന്റ് എടുത്താലും നിങ്ങൾ നടുന്നതിൻ്റെ തലേ ദിവസം നനയ്ക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ നാളെയാണ് നിങ്ങൾ നടുന്നതെങ്കിൽ ഇന്ന് അത് നനയ്ക്കാതിരിക്കുമ്പോഴാണ് ഇതുപോലെ ഒരു കട്ട മണ്ണോടുകൂടി കിട്ടുള്ളൂ. നനച്ചു കഴിഞ്ഞാൽ നമ്മളിത് കവർ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ മണ്ണ് ഉടഞ്ഞു പോകും. പ്ലാന്റിൻ്റെ ചുവട്, അതായത് വേരിൻ്റെ ഭാഗം അനങ്ങുകയും ചെയ്യും. പ്ലാന്റ് പിടിച്ചു കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നടുന്നതിൻ്റെ തലേ ദിവസം നമ്മളത് പ്ലാന്റ് നനയ്ക്കാതിരിക്കുക. അതിനുശേഷം അപ്പോൾ നമുക്ക് കവർ കട്ട് ചെയ്ത് ഇതുപോലെ ഒരു കട്ട മണ്ണ് കിട്ടും. അതുകൊണ്ട് ഇതിനെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ കുറച്ച് ജൈവവളവും മണ്ണും കൂടി മിക്സ് ചെയ്ത ഒരു പോട്ടി മിക്സാണ്. ഈ ഒരു പോട്ടി മിക്സിലേക്ക് ഇതിങ്ങനെ തന്നെ ഇറക്കി വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ നടുന്നത് കേട്ടോ. അതിന് ശേഷം ഇത് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നടന്ന സമയത്ത് മണ്ണ് ഉടഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് നമ്മുടെ ഈ ഒരു കട്ട മണ്ണുണ്ടല്ലോ, ആ ഒരു ലെവൽ വരെ നമുക്ക് മണ്ണ് ഫിനിഷ് ആക്കാം കേട്ടോ. മണ്ണ് ഇവിടം വരെ നമുക്ക് ഫില്ല് ചെയ്ത് വയ്ക്കാം. അതായത് നമുക്ക് ആ കട്ടമണ്ണ് മാക്സിമം ഇറങ്ങി നിൽക്കാൻ പാകത്തിന് കുറച്ചുകൂടി മണ്ണെടുക്കാം. കുറച്ചുകൂടി നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതായത് ഈ കട്ടമണ്ണ് മുകളിൽ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്കതൊന്ന് കട്ടമണ്ണിൻ്റെ അവിടം വരെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്ലാന്റ് നടേണ്ടത്. അതിന് ശേഷം നമുക്കൊരല്പം DAP കൂടി വിതറിയിടാം അതിനകത്തേക്ക്. എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ നമുക്കൊരു വളരെ കുറച്ച് മാത്രം, ഇത്ര മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ നട്ട പ്ലാന്റ് അല്ലേ, അപ്പോൾ വളരെ കുറച്ച് മാത്രം DAP കൂടി, അത് ഒരു കാരണവശാലും ചുവട് ചേർത്ത് ഇടാനും പാടില്ല. ഇത്ര DAP കൂടി നമുക്ക് വിതറിയിടാം. അതിന് ശേഷം നമുക്കൊന്ന് നനച്ചു കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് നനച്ചു കൊടുക്കാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. നനയ്ക്കുന്നതിന് ഒരു ഇതും വിചാരിക്കേണ്ട. വെള്ളം എത്ര അധികമായാലും ബോഗൺവില്ല പ്ലാന്റ്സിന് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നനച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് തണലത്ത് വയ്ക്കാം. എപ്പോൾ നമ്മൾ പ്ലാന്റുകൾ റിപ്പോർട്ട് ചെയ്താലും പ്ലാന്റുകൾ നമ്മൾ ഉടനടി വെയിലത്ത് വെക്കരുത്. ഒരു 1 വീക്കെങ്കിലും നമുക്ക് തണലത്ത് വെക്കാം. 1 വീക്കിന് ശേഷം നമുക്ക് പ്ലാന്റ്സുകളുടെ കണ്ടീഷൻ നോക്കിയിട്ട്, അതായത് നല്ല പോട്ട് നല്ല സെറ്റ് ആയെന്നുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് നമുക്കിത് വെയിലത്തേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. ചെറിയ പ്ലാന്റുകളാണെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച തണലത്തിരുന്നാലും കുഴപ്പമില്ല. അത്രമാത്രം തന്നെ ഗ്രോത്ത് തന്നെയായിരിക്കും. എന്ന് വെച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇത് ഇരുട്ടത്ത് കൊണ്ടുവന്ന് വെക്കരുത് കേട്ടോ. എല്ലാ ചെടികൾക്കും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് വെളിച്ചം കിട്ടുന്നിടത്ത് തന്നെ വേണം പ്ലാന്റുകൾ വയ്ക്കാൻ. പ്രത്യേകിച്ച് ബോഗൺവില്ല പ്ലാന്റ്സുകൾ ഇപ്പോൾ 2 ദിവസമൊക്കെ നമ്മുടെ ഇരുട്ടത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ലീഫ് മുഴുവൻ പൊഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്ലാന്റുകൾ എപ്പോഴും വെളിച്ചം കിട്ടുന്നിടത്ത് തന്നെ വെക്കുക. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നതല്ല പറഞ്ഞത്. നടുമ്പോൾ തന്നെ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാൻ പാകത്തിന് വെക്കുക. 2-3 ആഴ്ചയ്ക്ക് ശേഷം ചെറിയ പ്ലാന്റിലൊക്കെ ആണെങ്കിൽ 2-3 ആഴ്ച തണലത്ത് തന്നെ ഇരുന്നോട്ടെ. അതിന് ശേഷം നമുക്ക് പതുക്കെ വെയിലത്ത് വയ്ക്കാം. വെയിൽ കിട്ടുമ്പോഴാണ് പ്ലാന്റുകൾ പൂക്കളുണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇത്രമാത്രം ചെറിയ പ്ലാന്റുകളാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നാളെ നമ്മുടെ ഒരു ഫ്ലവർ ഇട്ട പ്ലാന്റുകൾ നല്ല അടിപൊളി ഒരു കോംബോ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നാളത്തെ വീഡിയോ കാണാൻ ആരും മറക്കണ്ട. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ പ്ലാന്റ്സുകൾ ഞാൻ പറഞ്ഞല്ലോ, ഫിനിഷ് ആവുന്ന പ്ലാന്റുകൾ ഞാൻ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ ഫിനിഷായ പ്ലാന്റുകൾ ചോദിച്ചിട്ട് ആരും വരണ്ട, കാരണം നമുക്ക് മെസ്സേജുകൾ നോക്കിയാൽ തീരില്ലാത്തതുകൊണ്ട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ ഫിനിഷായ പ്ലാന്റുകൾ ഏതൊക്കെയെന്ന് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.